ഹായ്, ഞാൻ ഫൗസിയ. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ബിഗോണിയാണ്. ഇന്നും റെയർ വെറൈറ്റീസ് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനോട് കൂടിയ പ്ലാന്റാണ്. സെക്കൻഡ് പ്ലാന്റ് വരുന്നതും നമ്മുടെ ശംഖ് ബിഗോണിയനോട് ഒരു ചെറിയ സിമിലാരിറ്റിക്കുള്ള ഡബിൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല കളർ കോമ്പിനേഷനാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റാണ്. വൈറ്റ് ഡോട്ടൊക്കെ കയറി വന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് ബിഗ് ലീഫോട് കൂടിയ വലിയൊരു പ്ലാന്റാണ്. സെയിലിന് റെഡി ആയിട്ടുള്ള എല്ലാ പ്ലാന്റും സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതും ഒരു കേളി ടൈപ്പാണ്, സ്ലോ ഗ്രോത്ത് ആണ്. ഇതിന് പിങ്ക് ഷെയ്ഡ് കയറി വരുന്നവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഗ്രീൻ ആൻഡ് ഒരു മെറൂൺ റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് മറ്റുള്ള പ്ലാന്റ്സ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് കിട്ടാൻ ഈ പ്ലാന്റ്സ് നമുക്ക് മദർ പ്ലാന്റ് ആക്കി വെക്കുന്നത് നന്നായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വരുന്നത് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകാറുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിങ്ക് ഷെയ്ഡ് കയറി വരും. എല്ലാ കാലാവസ്ഥയിലും ഒരു പിങ്ക് ഷെയ്ഡോട് കൂടി ഇരിക്കുന്ന പ്ലാന്റാണ് ഇത്. വൈറ്റ് ആൻഡ് ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ബിഗ് ലീഫായിട്ട് നല്ല വലിയ മദർ പ്ലാന്റായിട്ട് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതും അത്യാവശ്യം നല്ല റയറായിട്ട് വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ പഴയൊരു ബിഗോണി ഉണ്ടല്ലോ, അതിൻ്റെ റയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഒരു പിങ്കും ഒരു വൈറ്റ് കോമ്പിനേഷനൊക്കെ ലീഫിൽ കയറി വരും. ഇതും നല്ല വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ്. സെയിലിന് റെഡി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് ഇത്. റേറ്റ് കുറവുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതിന് മുന്നേ കണ്ട ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് ഈ പ്ലാന്റിന് കയറി വരുന്നത് കേട്ടോ. ഇതിന് നേരിട്ട് കാണാൻ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് പറയാനില്ല. ഇത് പെയിൻറ്റ് ചാടിയതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ശരിക്കും ആ ഒരു പിങ്ക് ഡോട്ടൊക്കെ വന്ന് ഒരു എന്താ പറയുക, ഇതിൻ്റെ കളർ ഷെയ്ഡ് എനിക്ക് വർണ്ണിക്കാനേ കിട്ടുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതും റെയറായിട്ടുള്ള നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഒരു എന്താ പറയുക, ലീഫിന് നല്ല വലിപ്പമൊക്കെ സൈസൊക്കെ വയ്ക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം 250 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ നേരത്തെ മുതലേ സെയിൽ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. ടോപ്പ് റെയറിൽ നിൽക്കുന്ന വെറൈറ്റി അല്ലെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെറൈറ്റിയാണ്. 350 ആണ് റേറ്റ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് 2 പ്ലാന്റ് മാത്രമേ ഇത് സെയിലിന് റെഡി ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഇത്തവണ വീഡിയോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്ത ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, ഇത് വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് നേരിട്ട് കാണാനായിട്ട്. ഇതും അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. ഒരു ട്വിസ്റ്റഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. ഇതും നല്ല പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റാണ്. ഇതും നമുക്ക് ഒരുപാട് സ്റ്റോക്കിലില്ല കേട്ടോ. ഒരു 3-4 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മദർ പ്ലാന്റിനോട് സാമ്യമുള്ള അത്രയ്ക്കും സൈസുള്ള പ്ലാന്റാണ്. ഇതും റെയറായിട്ടുള്ള പ്ലാന്റാണ്. ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് കയറി വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതും ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. ഇതിലും റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ബിഗ് ലീഫിലേക്കൊക്കെ മെച്ചൂർഡ് ആവുന്നതനുസരിച്ച് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മുടെ
ഇത് റെയർ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു നോർമൽ വെറൈറ്റിയാണ്. 200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നമുക്ക് ഷോർട്ട്സ് ഇട്ട സമയത്ത് ഒരുപാട് എൻക്വയറി വന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇതും ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള നോർമൽ ലീഫാണ്, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണിത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ. ഇതും കേളി ടൈപ്പാണ്, നല്ല സിൽവർ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഗ്രീൻ ഷെയ്ഡാണ്, നല്ല ബിഗ് ലീഫാവുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റാണ് കേട്ടോ ഇത്. 350 ആണ് റേറ്റ് വരുന്നത്. നല്ല വയലറ്റ് ഷെയ്ഡ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. കേളി ടൈപ്പാണ്. ഇതും സിൽവർ ഷെയ്ഡിലാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. 2 പ്ലാന്റ് മാത്രം കേട്ടോ ഇനി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നതും കഴിഞ്ഞ തവണ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറി വന്ന വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. വീഡിയോ കാണുന്ന ആ ഒരു സെയിം തന്നെയാണ്, നമുക്ക് നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. കേളി ടൈപ്പാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ വളരെ അട്രാക്റ്റീവാണ് കേട്ടോ. ഇതൊരു സിൽവർ ഷെയ്ഡാണ്, കേളി ടൈപ്പാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ബുഷ് ആയിട്ടുള്ള പ്ലാന്റാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇതും ഗ്രീൻ ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിനും നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.